അവിടെ നോക്കടാ. എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഞാനും ആൻസൂട്ടനും കൂടി ഇന്ന് ശനിയാഴ്ച കുഞ്ഞൊരു യാത്രയിലാണ്. എല്ലാവരും ഇടണം എന്ന് പറഞ്ഞ വീഡിയോയുടെ തയ്യാറെടുപ്പുകളുമായി ഞങ്ങൾ. മഴയാണോടാ? അല്ല, ബോട്ടിൽ ചെയ്തൊഴുകണ വെള്ളം. ഞങ്ങൾ ഇറങ്ങാൻ പറയുമ്പോൾ മഴയാണെന്നൊരു ഡൗട്ടുണ്ട്. എന്താണെങ്കിലും ഞങ്ങളങ്ങ് പോവുകയാണ്. ഞങ്ങൾ വണ്ടി വിളിക്കുന്ന സ്ഥിരം വണ്ടി വിളിക്കുന്ന വണ്ടി ഓട്ടത്തിലാണ്. ആ കിട്ടിയില്ല, ഈ നാട്ടിലേ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ മഴയുണ്ടെന്ന് തോന്നുന്നില്ലടാ. എന്താണേലും എന്താണെന്നറിയാവോ, സ്കൂളിലേക്കുള്ള ഷോപ്പിംഗ് വീഡിയോയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ആൻസൂട്ടൻ്റെ ബാഗും ഒക്കെ വാങ്ങണം. അപ്പം അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വാങ്ങാമെന്നൊക്കെ വിചാരിച്ചാൽ പോകുന്നത്. ഇങ്ങനെ ഓടയടന്ന് അല്ലറ ചില്ലറ ഓടയടന്നുള്ള ചിലവുകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല അല്ലേ ആൻസൂട്ട? നമ്മൾ അത്യാവശ്യമുള്ളതൊക്കെ വാങ്ങിയിട്ട് നമുക്കുള്ള അടുത്ത് വീട്ടിൽ എനിക്ക് കുറേ ജോലി ചെയ്ത് തീർക്കാണ്ട്. തിങ്കളാഴ്ച കോളേജ് തുറക്കുകയാണ്, പിള്ളേരൊക്കെ വരികയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും തിരക്കുകളിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ഇന്ന് പോയി ഇപ്പോൾ പള്ളിയിൽ കയറണം. പള്ളി കയറിയിട്ട് വേണം നമുക്ക്. നൊവേനയുണ്ട്. നൊവേന കുർബാന എന്താണെങ്കിലും ഇപ്പോൾ തുടങ്ങും. അപ്പോൾ നൊവേന കൂടാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നൊവേന കൂടണം. മുടി വെട്ടിക്കണോ? മുടി വെട്ടണോ? മുടി അങ്ങ് അത്ര ആയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ മുടി നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് വെട്ടിക്കാം. 1 or 2 ഒക്കെ വെട്ടിക്കാം. അപ്പം നമ്മൾ പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ആൻസൂട്ടൻ്റെ യൂണിഫോം തയ്ക്കാൻ കൊടുക്കണം. നമ്മൾ കോഴിയൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളാണെങ്കിൽ റബ്ബർ വെട്ടുന്ന ചേട്ടൻ ചേച്ചി വന്നിട്ടുണ്ട്. അവരുടെ വണ്ടിയാണ് കേട്ടോ ബാക്കിലിരിക്കുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ എന്നും തയ്ക്കാൻ കൊടുക്കുന്ന ഡ്രം പാൻസ് എന്നും പറഞ്ഞൊരു കടയുണ്ട്. അവിടെ കൊണ്ടുപോയി ആട്ടോ കൊടുക്കാറുള്ളത്. നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരും. തൊടുപുഴ സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ടാണ് ഷോപ്പ്. നമുക്ക് ഏതായാലും പോയിട്ട് വരാം. ആൻസൂട്ടന് കൂടൊക്കെ പിടിച്ചോളാന്ന് പറഞ്ഞു. അതുകൊണ്ട് ആൻസൂട്ടൻ കൂടൊക്കെ പിടിച്ചതിൻ്റെ കൂടെ വരുവാണ്. ഇവിടെ നോക്കിയിട്ട് വെള്ളം ഇതാ നമ്മുടെ വീടിന് മുമ്പിൽ പുഴ ഒഴുകിയാണ് കൂട്ടുകാരി. പുഴ അപ്പം ചെന്ന വീണാണ്. റൊണാൾഡോ ജമ്പിങ്. എൻ്റെ കാലി ചെരുപ്പിട്ടിട്ടാണോന്ന് അറിയില്ല, ചെറുതായിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ട്. രണ്ടര മഴ ഇന്നലെ പെയ്ത മഴയിൽ ഈ അരികിലേക്ക് മാറുക, നടുക്കേക്ക് മാറുക. ഇതാ തോട്ടിൽ വെള്ളമായിട്ടോ, നല്ല വെള്ളമായിട്ടുണ്ടേ. തോട്ടിൽ വെള്ളം കയറി ഒഴുകി, ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം കയറി ഒഴുകി. രാത്രിയിലായിരിക്കും. എപ്പോഴും അവിടെ നിന്ന് വെള്ളം കയറി വന്നേന്ന് പറയാൻ പറ്റില്ല. വേഗം കടന്നു. എടാ നനയല്ലേടാ. അപ്പോൾ വെള്ളം എപ്പോഴാണ് ഇത് കയറി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്നാണെന്നറിയാമോ, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് ഒഴുകി വന്ന തോടാ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ തോടിൻ്റെ ഉത്ഭവസ്ഥാനത്തൊക്കെ പെരുമഴയാണെങ്കിൽ ഈ തോട് നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ ഒഴുകാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ അതിൽ കാവിൻ്റെ അതിൽ നമ്മൾ പോകുന്നില്ല. നമ്മൾ നേരെ റോഡിൽ കൂടി അങ്ങ് പോകുന്നത്. അവിടെ എന്തായിരിക്കും? അങ്ങോട്ടൊന്നും പോകണ്ട, അവിടെ ചെളിയായോണ്ടല്ലേ ഞാൻ ഇപ്പുറത്തോടെ പോകുന്നത്. മണല് അങ്ങനെ വീട്ടിൽ നിന്നും നേരെ പള്ളിയിലേക്കാണ് പോയത്. പള്ളിയിൽ നൊവേനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആൻസുകുട്ടൻ്റെ സ്കൂൾ യൂണിഫോം തയ്പ്പിക്കാനായിട്ട് തൊടുപുഴ ഡ്രം പാൻസ് ടൈലറിങ് സെൻറ്ററിലാണ് എത്തിയത്. എല്ലാ വർഷവും നമ്മൾ അവിടെയാണ് കേട്ടോ ആൻസുകുട്ടൻ്റെ യൂണിഫോം തയ്പ്പിക്കുന്നത്. ആകപ്പാടെ ആൻസുകുട്ടനെ തയ്പ്പിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് യൂണിഫോമാണ്. ഞാനും ഇപ്പോൾ പുറത്തൊന്നും തയ്ക്കാനൊന്നും കൊടുക്കാറില്ല. നമ്മൾ ഇങ്ങനെ തട്ടിക്കോട്ട് തയ്യലൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങ് രക്ഷപ്പെട്ടു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും ഇവിടുത്തെ തയ്യൽ സ്റ്റിച്ചിങ് അടിപൊളിയാണ് കേട്ടോ. അളവൊക്കെ എടുത്തു. ആൻസൂട്ടിന് ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ജോഡി പാൻസും 2 ജോഡി ഷർട്ടുമാണ് നമ്മൾ തയ്പ്പിക്കാനായിട്ട് കൊടുത്തത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻസൂട്ടൻ വളരെ ഹാപ്പി ആയിരുന്നു. എല്ലാ വർഷവും ഈ ഒരു സമയത്ത് നമ്മൾ ആ കടയിൽ എത്തുന്നതാണ്. പിന്നെ നമ്മൾ 1 വർഷം കാത്തിരിക്കണം അവിടെ എത്താൻ. അപ്പോൾ ആൻസൂട്ടന് യൂണിഫോമൊക്കെ ഇങ്ങനെ തയ്പ്പിക്കാൻ കൊടുത്തപ്പം ഞാനും എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂൾ യൂണിഫോം തയ്പ്പിക്കാനായിട്ട് കൊടുക്കുന്ന കാര്യമാണ് ഓർത്തത്. മോളി ചേച്ചിയുടെ അടുത്തും അതുപോലെ ഗോപിച്ചേട്ടൻ്റെ കടയിലൊക്കെ ആയിരുന്നു പണ്ട് യൂണിഫോമൊക്കെ തയ്പ്പിച്ചിരുന്നത്. അപ്പോൾ രുചിയായിരുന്നു. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നൊവേനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും 11:30 കഴിഞ്ഞിരുന്നു. തയ്പ്പിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും 12 ഒക്കെ ആയി തയ്ക്കാനൊക്കെ കൊടുത്തപ്പോഴത്തേക്കും. അപ്പോൾ നേരെ നമ്മൾ തൊടുപുഴ
പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയുള്ള ഹോട്ടൽ ഹൈ റേഞ്ചിലാണ് പോയത്. അപ്പോൾ താഴെ AC റൂമിലാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. രാവിലെ ഓപ്പൺ ആക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മുകളിലാണെങ്കിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ താഴെ ഇരുന്നത്. സ്വസ്ഥമായിട്ട് ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ ആളൊഴിഞ്ഞ ഒരു ദിവസം ഈ ഹൈ റേഞ്ചിൽ കാണുന്നത്, ഹോട്ടൽ ഹൈ റേഞ്ചിൽ കാണുന്നത് വളരെ അത്യപൂർവമായ കാഴ്ചയായിരുന്നു. ഞങ്ങൾ ഒരു ഫ്രൈഡ് റൈസും ഒരു ചില്ലി ചിക്കനുമാണ് വാങ്ങിയത്. കാരണം ഒരുപാട് കിട്ടും. ഒരു തവണ നമ്മൾ 2 ഫ്രൈഡ് റൈസും ഒരു ചില്ലി ചിക്കനും വാങ്ങിയപ്പം ഒത്തിരി വേസ്റ്റായിട്ട് വന്നു. അതിൽ പിന്നെ ഞാൻ തീരുമാനിച്ചു ഒരു ഫ്രൈഡ് റൈസും 2 പ്ലേറ്റും ഒരു ചില്ലി ചിക്കനും വാങ്ങിയാൽ മതി എന്നിട്ട് നമുക്ക് ബാക്കി വന്നു കേട്ടോ. ആൻസൂട്ടന് ഒരുപാടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വാട്ടർമെലൺ ജ്യൂസാണ് വാങ്ങിയത്. ആൻസൂട്ടന് അത് മതിയെന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റി ഫുഡാണ് ഹോട്ടൽ ഹൈ റേഞ്ചിൽ. തൊടുപുഴ വന്നാൽ ഞാൻ ഫുഡ് കഴിക്കുവാണെങ്കിൽ ഇവിടെ വന്നേ കഴിക്കാറുള്ളൂ. നല്ല തിരക്കുള്ള ഒരു കടയാണ് കേട്ടോ. നമ്മൾ വന്നു കഴിഞ്ഞ് ഒരുപാട് പേര് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളാണ് ആദ്യം വന്നത്. അതിനുശേഷം നമ്മൾ തൊടുപുഴ ക്രിസ്റ്റലിലേക്കാണ് പോയത്. ക്രിസ്റ്റൽ സൂപ്പർ മാർക്കറ്റ് വലിയ ഷോപ്പാണ്. വലിയ ഷോപ്പെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയൊരു ഷോപ്പാണ്. അവിടെ ആൻസൂട്ടിൻ്റെ ബാഗ് നോക്കാനാണ് നമ്മൾ ആദ്യമേ തന്നെ കയറിയത്. അപ്പോൾ റിഡക്ഷനും ഉണ്ടായിരുന്നു, ഓഫർ ഉണ്ടായിരുന്നു. 2500 ബാഗ് 2000 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഏത് ബാഗാണ് വാങ്ങിയതെന്നൊക്കെ ഗസ് ചെയ്ത് നോക്കണം. ലാസ്റ്റത്തെ വീഡിയോയിൽ വാങ്ങിയ ബാഗൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. എന്താണെങ്കിലും ആൻസൂട്ടിനൊരു ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് തന്നെയാണ് ആൻസൂട്ടിന് എടുത്തത്. ഞാൻ ഒരുപാട് ബാഗുകളൊക്കെ കാണിച്ചു കൊടുത്തെങ്കിലും ആൻസൂട്ടിൻ്റെ ബാഗ് മതി എന്ന് പറഞ്ഞു. അപ്പം അത് വാങ്ങി. പിന്നെ നമ്മൾ ആ കട, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ക്രിസ്റ്റലിൽ കയറുന്നത്. സത്യം പറഞ്ഞാൽ ഷോപ്പ് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ ലൊട്ടിലൊടുക്ക് കടകളിലും ഒക്കെയാണ് അധികം പോകാറുള്ളത്, സത്യം പറയാലോ. അപ്പം ചെറിയ ചെറിയ കടകളിലൊക്കെ നല്ല നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് അവിടെ കയറി. പിന്നെ ക്രിസ്റ്റലിൽ കയറാമെന്ന് വിചാരിച്ചത്. അവിടെ എല്ലാ കൂട്ടം ഒരുമിച്ച് അങ്ങ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെങ്കിലും 2 കൂട്ടം കാര്യം നമ്മൾ വാങ്ങിയില്ല. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ എന്താണേലും അത് വാങ്ങിയൊരു വീഡിയോ വേറെ നമ്മൾ വരുന്നുണ്ട് കേട്ടോ. കാരണം അത് വേണ്ടെന്ന് വെച്ച കാര്യമായിരുന്നു. പിന്നെ അത് വേണമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ പോയി വാങ്ങുമായിരുന്നു. അത് ക്രിസ്റ്റലിൽ നിന്നല്ല വാങ്ങിയത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ ഷോപ്പൊക്കെ കയറി നടന്ന് നമ്മൾ ഫുള്ള് കണ്ടു. ബാഗ് സെക്ഷനൊക്കെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു, ഗ്രൗണ്ട് ഫ്ലോറിലല്ലായിരുന്നു. ടിഫിൻ ബോക്സൊക്കെ നിരന്നിരിക്കുന്നത് കണ്ടോ. ടിഫിൻ ബോക്സ് അല്ല നമ്മൾ വാങ്ങാൻ പോയത്. നമ്മൾ വാട്ടർ ബോട്ടിൽ വാങ്ങാനാണ് പോയത്. എനിക്കാണെങ്കിൽ ഈ വാട്ടർ ബോട്ടിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആൻസൂട്ടന് അതിൻ്റെ കളറങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ആൻസൂട്ടന് അത് എടുത്തില്ല. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ആൻസൂട്ടൻ ബ്ലൂവിൻ്റെ ആളാണ്. അപ്പോൾ ബ്ലൂ തപ്പി തപ്പി നടന്നു. ഞാൻ ഒരുപാട് ബ്ലൂ ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ആൻസൂട്ടന് ഭയങ്കര ഇഷ്ടമാണ് ബ്ലൂ കളറേ. അപ്പോൾ ഭയങ്കര വെറൈറ്റി വാട്ടർ ബോട്ടിൽസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വലിയ ആഡംബരം കാണിക്കുന്നൊന്നും എടുക്കണ്ട. കാരണം ഈ ബാഗ് പുസ്തകത്തോടു കൂടി ബസ്സിൻ്റെ ഒരു ബർത്തിലേക്കൊക്കെ ഇടുമ്പം വാട്ടർ ബോട്ടിൽ ഇടിക്കും. അങ്ങനെ പിന്നെ വാട്ടർ ബോട്ടിൽ ചാടി നിലത്തേക്ക് വീണ് പൊട്ടാറുണ്ട്. അങ്ങനെ ഞാൻ 500-ൻ്റെയും 450-ൻ്റെയും ഒക്കെ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു കൊടുത്തതിൻ്റെ അടപ്പൊക്കെ പൊട്ടിച്ച് ഇവിടെ കൊണ്ട് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ആൻസൂട്ടിന് അങ്ങനത്തെയൊക്കെ ഇഷ്ടമെങ്കിൽ ഞാൻ പറഞ്ഞു നോർമലായിട്ടുള്ളതാ ഇതുപോലെയുള്ളൊരു വാട്ടർ ബോട്ടിൽ വാങ്ങാമെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. കാരണം ചൂടുവെള്ളമൊന്നുമല്ല, നമ്മൾ പച്ചവെള്ളം തന്നെയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് മോഡലാണെങ്കിലും ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ISI ഹാൾമാർക്കഡൊക്കെ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമ്മൾ നല്ല വാട്ടർ ബോട്ടിൽ എടുത്തു കൊടുത്തത്. പല ബ്ലൂ കളറും എടുത്തു കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരെണ്ണം ആൻസൂട്ടൻ സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. പണ്ടൊക്കെ, ഇപ്പം അങ്ങനെ ഉണ്ടോയെന്നൊന്നും അറിയത്തില്ലേ, പണ്ടൊക്കെ ബാഗ് വാങ്ങുമ്പം അതിനകത്തൊരു ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും ഒരു കുടയും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ അതൊന്നും കിട്ടാറില്ല. എല്ലാത്തിനും വേറെ വേറെ വില കൊടുത്ത് നമ്മൾ വാങ്ങണം. കാരണം രൂപയ്ക്കൊക്കെ ഭയങ്കര മൂല്യമായി പോയി. ചെറിയ സാധനങ്ങൾ വാങ്ങാൻ പോലും നമുക്ക് ഒരുപാട് കാശ് കൊടുക്കേണ്ടുന്ന അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് വരുന്നത്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഈ പുതിയതൊന്നും കൊണ്ടുപോകാതെ കഴിഞ്ഞ വർഷത്തെ തന്നെ കൊണ്ടുപോകുന്ന ഒരുപാട് കുട്ടികളുണ്ടെന്നൊക്കെ അറിയാം. പക്ഷേ
നമ്മുടെ കുട്ടികളുടെ ഒരു സന്തോഷമാണല്ലോ എങ്ങനെയെങ്കിൽ അതൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക, അവരുടെ ആ ഒരു ഹാപ്പിനെസ് കാണുക, ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും സ്കൂൾ സെക്ഷനിൽ നല്ല തിരക്കായിരുന്നു ക്രിസ്റ്റലിൽ കേട്ടോ. അല്ലാത്ത ഭാഗത്ത് ഒരീച്ച പോലും ഇല്ലായിരുന്നു എന്നുള്ളതും വേറൊരു സത്യമായിരുന്നു. കാരണം സ്കൂൾ തുറക്കുന്ന ആഴ്ച തന്നെയാണ് നമ്മൾ പോയത്. ശനിയാഴ്ചയാണ് നമ്മൾ പോയത്, ഞായറും പോയി. തിങ്കളാഴ്ച ആൻസൂട്ടിന് സ്കൂൾ തുറന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയത് 1-ാം തീയതി ആയിരുന്നു കേട്ടോ, 2-ാം തീയതി ഞായർ, 3-ാം തീയതി തിങ്കൾ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പോയപ്പം അതിലെല്ലാം കയറി നോക്കി. ഒരുപാട് ഐറ്റംസ്, എന്ത് ഭംഗിയാണ് കാണാനെന്നറിയുമോ. ഇതൊക്കെ ഷോയ്ക്ക് വയ്ക്കുന്നതുണ്ട്, നിലവിളക്കുണ്ട്, കിണ്ടിയുണ്ട്, കോളാമ്പി, കുക്കർ, പലതരത്തിലുള്ള പാത്രങ്ങൾ എന്ന് വേണ്ട ഒരു വീട്ടിലേക്കുള്ള അപ്പനും അമ്മയും ഒഴിച്ച് ബാക്കി എല്ലാം അവിടെ കിട്ടുമെന്ന് പറയാം. അപ്പോൾ എനിക്ക് അതിലൊരുപാട് സംഭവങ്ങളൊക്കെ കണ്ട്, ചില സംഭവങ്ങളൊക്കെ ഞാൻ നോട്ടായിട്ട് വെച്ചിട്ടിങ്ങ് പോകുന്നു. കാരണം എല്ലാം വാങ്ങാൻ നിന്ന നമ്മുടെ പേഴ്സ് കാലിയാകും, തിരിച്ചു പോകാൻ വണ്ടിക്കൂലി പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാകും. പിന്നെ ഇത് കണ്ടാൽ ഞാൻ എവിടെ ചെന്നാലും ഒന്ന് നോക്കൂട്ടോ. എന്താണെന്നറിയോ, നമ്മുടെ സേവനാഴി. സേവനാഴി എന്താണെന്നറിയില്ലേ, ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രമാണ്. ആൻസൂട്ടിനെടുത്ത് വെച്ചിരിക്കുന്ന നല്ല മുളയും ചിരട്ടയൊക്കെ വെച്ച ഒരു പുട്ടുംകൂടാണ് കേട്ടോ. പുട്ടുണ്ടാക്കുന്ന പുട്ടുംകൂടാണ്. മുളയിൽ ചുറ്റി കയറൊക്കെ ചുറ്റി പിടിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മുകളിലൊരു ചിരട്ടയും സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ വില 100-400 രൂപ അടുത്ത് അതിൻ്റെ വിലയായി എന്നുള്ളതാണ് ചുരുക്കം. സത്യം പറഞ്ഞ് എനിക്കത് കണ്ടപ്പോൾ ചിരി വന്നു. ഇത് നമുക്കുണ്ടാക്കാനേ ഉള്ളല്ലോ എന്ന് പോലും ഞാനങ്ങ് വിചാരിച്ചു പോയി. എന്താണെങ്കിലും ഈ സംഭവം ട്രഡീഷണൽ ആണല്ലോ, അതിലുണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇരിക്കുന്ന സ്റ്റീൽ പാത്രത്തിലോ അലൂമിനിയം പാത്രത്തിലൊക്കെ ഉണ്ടാക്കുന്നതിലും ടേസ്റ്റ് ആയിരിക്കും മുളം കുറ്റിയിൽ പുട്ടുണ്ടാക്കിയാലെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളത് വാങ്ങാനൊന്നും നിന്നില്ല, കണ്ടിങ്ങ് പോന്നു. ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു, നമ്മളെ കൊതിപ്പിക്കുന്ന തരത്തിലുള്ള പാത്രങ്ങളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കണ്ടാൽ കൊതിയായിപ്പോയി. എല്ലാം കൂടി വാങ്ങി ഒരു ലോറി വിളിച്ച് വീട്ടിൽ പോന്നാലോ എന്ന് വരെ തോന്നി. പിന്നെ നമ്മുടെ അക്കൗണ്ട് അത്ര വലിയതൊന്നും അല്ലാത്തത് കൊണ്ട് നമ്മളത് വാങ്ങിയില്ല. ഒരുപാട് കുഞ്ഞു മക്കളിങ്ങനെ അത്ഭുതത്തോടു കൂടി ഓരോ കാര്യങ്ങൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണാനൊരു രസമുണ്ടായിരുന്നു. അപ്പൻ്റെ അമ്മയുടെയൊക്കെ കൂടെ ഇങ്ങനെ വന്ന് കടയിൽ നിന്നൊരു സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. പിന്നെ നമ്മളിത് നേരെ താഴേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള ഫ്ലവർ വേസും ഫ്ലവേഴ്സൊക്കെ കണ്ടോ, എനിക്കതും വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് കഴിയുമ്പം ഇതുപോലെയൊക്കെ വാങ്ങി വയ്ക്കാം എന്ന് മനസ്സിലൊക്കെ വിചാരിച്ചു. കുട്ടികൾ കളറൊക്കെ ചെയ്ത് അതിൽ തൂക്കിയിടുന്നുണ്ടായിരുന്നു. അപ്പോൾ താഴെ സെക്ഷനിലേക്ക് വന്നാൽ പേന, പെൻസിൽസ്, ഈ വക ലൊട്ടിലൊടുക്ക് സംഭവങ്ങളെല്ലാം നിരന്നിരിപ്പുണ്ടാകും. അപ്പോൾ ആൻസുകൂട്ടനാണെങ്കിൽ പേനയും പെൻസിലും ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. കുറച്ച് പേനയും പെൻസിലൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും എടുത്തില്ല, കാരണം ഒരുപാടെടുത്ത ആൻസൂട്ടനാണെങ്കിൽ ഒരെണ്ണമൊന്നും അല്ല എഴുതുക, എല്ലാം കൂടി മാറി മാറി എഴുതി അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയായി പോകും. അതുകൊണ്ട് ഞാൻ അതൊക്കെ നോക്കിയാണ് വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ പലതരത്തിലുള്ള കട്ടറുകൾ, എറേസറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പെൻസിൽ പെട്ടി മൈക്കിൾ റബ്ബറും. അപ്പോൾ പേനയൊക്കെ ആൻസൂട്ടൻ സെലക്ട് ചെയ്യുന്നതാണ്. ഞാനും 2 പേന എടുത്തു കേട്ടോ. കണ്ടപ്പം കൊതിയായി. പലതരത്തിലുള്ള വെറൈറ്റി പെൻസിൽസ്, റേസേഴ്സ്, കട്ടേഴ്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും കാണാത്ത തരത്തിലൊക്കെ ഉണ്ടായിരുന്നു. പണ്ടുണ്ടായിരുന്നു ഒരു നടരാജ് പെൻസിലും നടരാജിൻ്റെ എറേസറൊക്കെ. എന്താണെങ്കിലും വെറൈറ്റി കളറിലും വെറൈറ്റി ഷേപ്പിലും ഒക്കെയുള്ള ബൈക്കായിട്ടും ലോറിയായിട്ടും കാറായിട്ടും അങ്ങേയറ്റം ബോംബ് വരെ ഇവിടെ എറേസർ ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടുപോയി. ആൻസൂട്ടനോട് പറഞ്ഞു അതിലിഷ്ടപ്പെട്ട 2-3 എടുത്തോളാൻ പറഞ്ഞു. ആൻസൂട്ടൻ ഇങ്ങനെ ആർത്തി പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബൈക്ക് കണ്ടാൽ പിന്നെ ആൻസൂട്ടൻ വിടുവോ, പലതും എടുത്ത് നോക്കിയെങ്കിലും ആൻസൂട്ടൻ അവസാനം ബൈക്ക് എടുത്തു. പക്ഷേ ബൈക്ക് മാത്രമല്ല വേറെ ചില കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് എനിക്ക് പോകാൻ തോന്നിയില്ല. അത്രയ്ക്ക് അത്ഭുതകരമായ ഓരോ കാഴ്ചകളൊക്കെ ആയിരുന്നു കാണുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്നവരൊക്കെ ഇതുപോലെയുള്ള വെറൈറ്റി എറേസറുകളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ നമ്മൾ നേരെ പോയത് പെൻസിലിൻ്റെ ഒരു സെക്ഷനിലേക്കാണ്. 6-ാം ക്ലാസ്സിലായതുകൊണ്ട് പിന്നെ ആൻസൂട്ടന് അധികം പെൻസിലിൻ്റെ ആവശ്യമൊന്നും വരില്ല എന്ന് വിചാരിക്കുന്നു.
പിന്നെ എന്താണെങ്കിലും നമ്മൾ ആ പോയ വഴിക്ക് ഉറുമ്പ് ജോക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഉറുമ്പിൻ്റെ മേളമാണ്. അന്നത്തേക്ക് ആൻസൂട്ടം പോയിട്ട് ഒരു ബാസ്ക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതും വലിച്ചുകൊണ്ടായിരുന്നു നടന്നത്. ആദ്യം വലിച്ചുകൊണ്ട് നടന്നു, പിന്നെ ആരാണ്ട് തള്ളിക്കൊണ്ട് പോകണമുണ്ട്, വണ്ടി കൊണ്ടുപോകണമെന്നൊക്കെ സൈക്കിൾ കൊണ്ടുപോകണമെന്നൊക്കെ ഉന്തിക്കൊണ്ട് പോയി. ആദ്യം വലിച്ചുകൊണ്ട് പോയി. പിന്നെ ഈ സെക്ഷൻ ഫ്ലോർ ക്ലീനർ, സോപ്പ്, തോർത്ത് അങ്ങനെ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് ഡ്രസ്സ് മാത്രമേ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുന്നു, ബാക്കിയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ. ഇതാരാണ് പോലും ഇതുപോലെ വെച്ചതെന്ന് തോന്നിപ്പോയി. ഓരോ സെക്ഷനിലും അതിൽ സെയിൽസ് ഗേൾസും സെയിൽസ്മാൻസും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തന്നെയാണ് നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നത്. ഓരോരുത്തരും ബാസ്ക്കറ്റ് ഫുള്ളാക്കി വലിയ ട്രോളിയിലൊക്കെ കൊണ്ടുപോകുന്നത് കണ്ടപ്പം കണ്ണ് തള്ളിപ്പോയി. കാരണം ഒരു വീട്ടിലേക്ക് ഒരു കൊല്ലത്തേക്കുള്ള സാധനങ്ങൾ വരെ ഓരോരുത്തരും വന്ന് എടുക്കുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും ഒരു കാര്യം മനസ്സിലായി, നല്ല തിരക്കുള്ള ഷോപ്പാണ് ക്രിസ്റ്റൽ. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഓഫറൊക്കെ ഇടാറുണ്ട്. എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു ഓഫർ എന്ന് പറഞ്ഞ് ബൾബ് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കുളിക്കാനുള്ള സോപ്പ് വാങ്ങാനുള്ള സെക്ഷനിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇതിൽ നിന്നും ഏത് സോപ്പായിരിക്കും നമ്മൾ എടുത്തതെന്നൊക്കെ ചിന്തിച്ച് നോക്കുക. സന്തൂർ മമ്മിയാണോ പിയേഴ്സ് മമ്മിയാണോ ഏത് മമ്മിയാണ് എടുത്തതെന്നൊക്കെ ആൻസൂട്ടൻ എന്താണല്ലോ എൻ്റെ അടുത്തിരുന്ന് വീഡിയോ വീണ്ടും കാണുന്നുണ്ട് കേട്ടോ. ആൻസൂട്ടനാണ് ഇത്ര നേരം കളിച്ച് വേർത്ത് കുളിച്ചൊക്കെ കയറി വന്നതാണ്. ഇവിടെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. മടക്കല എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ സംഭവമില്ലേ, അത് വെച്ചിട്ടാണെങ്കിൽ ബാറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ആൻസൂട്ടൻ തന്നെ തട്ടി കളിക്കുമായിരുന്നു. പിന്നെ നമ്മൾ ബോക്സ്, അതായത് പെൻസിൽ ബോക്സ്, പെൻ ബോക്സ് ഒക്കെ വാങ്ങുന്ന സെക്ഷനിലേക്ക് കടന്നു. ആകപ്പാട് ഒരു ബോക്സ് മാത്രമാണ് വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നുള്ളത്. അത് ആൻസൂട്ടനടുത്ത് കൈ പിടിച്ചെങ്കിലും പിന്നെ ബാക്കിയെല്ലാം നോക്കി. പക്ഷേ നമ്മൾ വാങ്ങിയത് ആദ്യം തന്നെ എടുത്തൊരു ബോക്സാണ് കേട്ടോ. അതിപ്പോൾ കടയിൽ ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോയാൽ ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എടുത്തിട്ട് ബാക്കി സകലമായ ഡ്രസ്സുകളും വലിച്ചു അല്ലെങ്കിൽ എടുത്തൊക്കെ നോക്കും. എന്നിട്ട് അവസാനം നമ്മൾ ആദ്യം എടുത്ത ഡ്രസ്സ് എടുത്ത് വീട്ടിൽ പോരുന്ന പറയുന്ന അവസ്ഥ പോലെ തന്നെയാണ് ആൻസൂട്ടൻ കാണിച്ചത്. പിന്നെ നമ്മളെടുത്ത് നോക്കിയാൽ അടുക്കി പറക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വലിയ ബോക്സിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നിന്ന് കട്ട പോസ്റ്റായിപ്പോയി എന്ന് പറയാം കേട്ടോ. കാരണം ആൻസൂട്ടൻ ബോക്സ് തപ്പി ഏതെടുക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു. ഞാനാണെങ്കിൽ അവിടെ കട്ട പോസ്റ്റായിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് കുട്ടികളൊക്കെ ആണെങ്കിൽ പോലും ഓരോ സെക്ഷനിലും ഓടി നടന്ന് ഓരോന്നൊക്കെ വാങ്ങുന്നത് കണ്ടപ്പം കൊതിയായിപ്പോയി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു സെക്ഷനൊക്കെ എടുത്ത് വന്നു. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിച്ചു. എന്താണെങ്കിലും നമ്മളെല്ലാ സെക്ഷനും വിടാതെ തന്നെ വാങ്ങിയാണ് വീട്ടിൽ പോകുന്നത്. അങ്ങേയറ്റം നെയിം സ്ലിപ്പ് വരെ വാങ്ങി. പണ്ടൊക്കെ നെയിം സ്ലിപ്പ് ബാഗിനകത്തൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോഴത്തെ നെയിം സ്ലിപ്പൊന്നും അങ്ങനെ കിട്ടത്തില്ല. ഓരോന്നെണ്ണത്തിനും 10 രൂപ 8 രൂപയൊക്കെ കൊടുത്ത് വേണം ഓരോ ഷീറ്റ് വാങ്ങാനായിട്ട്. എന്താണെങ്കിലും കാശ് കൊടുക്കാതെ ഇന്നത്തെ കാലത്ത് ഫ്രീ ആയിട്ട് ഒന്നും കിട്ടില്ല എന്നുള്ളൊരു സത്യം കൂടി ഞാൻ അവിടെ തിരിച്ചറിയുകയായിരുന്നു. കൂട്ടുകാരെ തിരിച്ചറിയുകയായിരുന്നു. ഞാൻ പറഞ്ഞത് സത്യമല്ല. അങ്ങേയറ്റം ചക്ക വരെ ഇപ്പം കാശ് കൊടുത്താൽ വാങ്ങുന്നേന്നങ്ങ് ഓർത്തു പോയിട്ടോ. എന്താണെങ്കിലും അവിടെ മാത്രമല്ല, നമ്മൾ ഫാൻസി ഷോപ്പിലും ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ സത്യം പറഞ്ഞ് ഞാൻ എടുക്കാനങ്ങ് മറന്നു പോയിട്ടോ. ചുമ്മാ കാണാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ കാണാൻ വേണ്ടി കയറിയപ്പോൾ ഒരു കൂട്ടം കൂടി വാങ്ങേണ്ടി വന്നു. ഇപ്പോൾ സ്റ്റിക്കർ വേണമെന്ന് പറഞ്ഞ് ആൻസൂട്ടന് എക്സ്ട്രാ സ്കൂളിൽ നിന്നും കുറേ സ്റ്റാറൊക്കെ കിട്ടും. അതിൻ്റെ കൂടെ സ്വന്തമായിട്ട് കുറച്ച് സ്റ്റാറോടെ ഇരിക്കട്ടെ എന്നോർത്തു. അങ്ങനെ ആൻസൂട്ടന് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ അവിടെ നിന്ന് വാങ്ങി. നമ്മൾ കുടയും ടിഫിൻ ബോക്സും വാങ്ങിയില്ല. കാരണം കുടയുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കുട അവിടെ നോക്കിയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നല്ലതെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പാറ്റേൺ ഉള്ള കുടയാണ് നോക്കിയത്. പിന്നെ ടിഫിൻ ബോക്സ് നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എനിക്ക് ജോലി കിട്ടിയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ആൻസൂട്ടനാണ് എടുത്തത്. അതുകൊണ്ട് പുതിയ ടിഫിൻ ബോക്സ് ഒന്നും വേണ്ട. ആൻസിൻ്റെ ടിഫിൻ ബോക്സിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. പക്ഷേ വേണ്ട, അതുകൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷാമ്പു വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബില്ല് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് മനസ്സിലാക്കിയത് ആ സത്യം ബില്ല് അടിക്കുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞു, ആദ്യം നോക്കിയപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല, പിന്നെ നോക്കിയപ്പോൾ മനസ്സിലായി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എന്താണ് ക്യാൻസൂട്ടൻ ആദ്യം ആ കൂടങ്ങ് എടുക്കുക ആദ്യം കാണിക്കാം. ഈ
കൂടെ അങ്ങ് എടുക്കടാ. ആ, അതാണ് ഇത് ആൻസൂട്ടിന്റെ ബോക്സ് കണ്ടോ, ഭയങ്കര വമ്പൻ ബോക്സ് ഒക്കെ ആൻസൂട്ടിന് എടുത്തത് കേട്ടോ. 350 രൂപയുടെ ബോക്സ്. എനിക്ക് വയ്യ. എല്ലാത്തിൻ്റെ റേറ്റ് ഒക്കെ നോക്കിയാണ് ഞങ്ങൾ വാങ്ങിയത്. ചൈനീസ് അതെടാ മെയ്ഡ് ഇൻ ചൈന. എന്നാ അല്ല വില നോക്കാം. 360 രൂപ. 379ന്റെ ബോക്സ് 360 രൂപ. നമ്മൾ വാങ്ങിയത് തൊടുപുഴ ക്രിസ്റ്റലിൽ നിന്നാണ് കേട്ടോ. ക്രിസ്റ്റൽ ഭയങ്കര വലിയ സൂപ്പർ മാർക്കറ്റാണ്. സമയം പോകും, വേഗം വരെ എടുക്കാം. ഞാനേ ഇതൊക്കെ സംഭവങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് മാറ്റണത്? ഞാൻ പഠിക്കാനേ അപ്പൊ അവിടെ കടയിൽ ബില്ല് പേ ചെയ്യുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു കേട്ടോ. അപ്പൊ ആദ്യം കണ്ടപ്പം നോക്കുക, പിന്നെ എങ്ങനെ ഒന്നാടെ നോക്കി അയ്യോ വിൻഡോസ് ഡ്രീംസ് എന്ന് പറഞ്ഞു. സന്തോഷം. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് നമ്മളെ തിരിച്ചറിയുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷത്തിൽ ബോക്സ് നോക്കി ഇങ്ങൊന്ന് നോക്കിൻ്റെ പൊന്നോ അടുത്തെടുക്കാം. പിന്നെ കുറച്ച് നെയിം സ്ലിപ്പുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തേ ആൻസോളിന് വേണ്ടി. നമ്മുടെ ബുക്കൊക്കെ കവർ ചെയ്യണ്ടേ. അപ്പോൾ ബുക്ക് കവർ ചെയ്യണമൊക്കെ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ഇടാമെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നെയിം സ്ലിപ്പ് ഇത് മതിയോടെ, എനിക്ക് അറിയത്തില്ല ഇത് മതിയില്ല, കാരണം ഒത്തിരി ഉണ്ടല്ലോ ബുക്കുകൾ. ഇത് പോരാ. എന്നോട് കുറച്ചുകൂടെ എടുക്കാൻ പറഞ്ഞല്ലേ, ഇത് പോരാ. അതിനിപ്പോൾ എന്നാ ഇവിടെ ഉണ്ടോ നെയിം സ്ലിപ്പ് വേറെ? പിന്നെ എന്നാ നീ ഇങ്ങനെ എടുക്കാഞ്ഞ? തിങ്കളാഴ്ച ഇവിടെയൊക്കെ വെള്ളം ഉണ്ടോടാ? ഇവിടെ വെള്ളം ഉണ്ടോടാ? പിന്നെ ഇതുണ്ടല്ലോ, അതെന്ത് സ്റ്റാർ? അതൊക്കെ അതിനുള്ളുണ്ട്, അത് കാണിക്കാം. നെയിം സ്ലിപ്പിന്റെ വില നോക്കിയിട്ട് 5 രൂപ കേട്ടോ. 8 രൂപ അല്ലേ? 8 രൂപയ്ക്ക് എത്രണ്ണം ഉണ്ടാ? 8 എട്ടെണ്ണത്തിന് 8 രൂപ. തന്നെ ഇതൊക്കെ എന്താന്ന് ഇപ്പൊ വീഡിയോയിൽ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ? എറൈസറാണ്. ഇതിനു മുമ്പ് ഇടുന്ന വീഡിയോയിലൊക്കെ ഉണ്ടല്ലോടാ. എറൈസറാണ് കേട്ടോ. ബൈക്ക് എന്തൊക്കെ മോഡലുകളാണ് പണ്ടുണ്ടായിരുന്ന ഒരു ചതുരത്തിനകത്തൊരു സംഭവം. പാത്രം വയ്ക്കാനുള്ള കമ്പി വാങ്ങിയില്ല. മിൽക്കി ബാറ്, വീണ്ടും ഒരു സ്ക്രബർ. ഇത് കട്ടറാണ് കേട്ടോ. പെൻസിൽ വെട്ടി ഇതിനൊക്കെ പറയും കട്ടർ. ഷാർപ്നർ. ഇത് സ്റ്റാർ ഒക്കെയാണ് കേട്ടോ. ചുമ്മാ ഒരു രസത്തിന് വാങ്ങിയതാണ്. കണ്ടപ്പോ ഒരു സന്തോഷം തോന്നി. ഇതെന്തോടാ? പട്ടിയാ? ചെമ്മരിയാടിന്റെ റൈസറാണ് കേട്ടോ. മാക്ക റബ്ബർ. ഞങ്ങൾ അങ്ങനെയൊക്കെയാ പറയത്തോ. ഇത് ചോക്ലേറ്റ് ആണ് കേട്ടോ. ആൻസറിന് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി കൊടുത്തേ. ഇത് പാത്രം കഴിക്കാൻ പിന്നെ ഇത് ഓർബിറ്റ് വാങ്ങി തീർത്ത്. കുപ്പി മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർത്ത ഇത് നമ്മുടെ സൈഡിലെ ബൾബ് ഇതായിപ്പോയി. അപ്പോൾ ഒരു ബൾബ് വാങ്ങിച്ചതാണ്. ആൻസറും സ്നിക്കേഴ്സ്. അനദർ സ്നിക്കേഴ്സ്. ആൻസിന് ചോക്ലേറ്റ് വാങ്ങി കൊടുക്കാൻ കാണിച്ചേ. റോയൽ സാൻഡൽ. ഇത് എന്റെ സോപ്പ്. ഇതെന്റെ ആൻസിന്റെ. സന്തൂർ മമ്മി എന്തോടാ അതിന്റെ പരസ്യം എങ്ങനെ എഴുതുന്ന? മമ്മി സന്തൂർ കറോ ഓർ ഗോൾഡൻ ബനൂ. ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പു ഇതാണ് കേട്ടോ. പാൻറ്റീൻ ഷാമ്പു ആണ്. നല്ലതാണ്. ഹെയർ ഫോൾ സൊല്യൂഷൻ ആണ്. മുടി കൊഴിച്ചിട്ടുണ്ടാവില്ല വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇതാണ് കണ്ടീഷണറോട് കൂടി. അപ്പൊ പ്രത്യേകം കണ്ടീഷണർ ഒന്നും നമുക്ക് വാങ്ങേണ്ട കാര്യമില്ല. പിന്നെ ഇത് നമ്മൾ ഒത്തിരി കടയിൽ ചോദിച്ച ക്രിസ്റ്റലിൽ കണ്ടപ്പെടുത്തും. 35 രൂപയുള്ളൂ. ഇത് ബിസ്ക്കറ്റാണ് കേട്ടോ. മംസ് മാജിക്കും ഹൈഡ് സീപ്പ്. അതാണ് സൂപ്പർ ബിസ്ക്കറ്റ്. ജിലാപ്പി. ഇത്ര പേനയുള്ളോ? ജൽപ്പേന ആൻസർക്കുട്ടന് വേണ്ടി വാങ്ങിയതാണ്. ഇത് എന്റെ അങ്ങ് തന്നെ. ആ രണ്ടെണ്ണം ഇങ്ങ് തന്നെ. തരൂല. നിനക്ക് വേണമെന്ന് ഞാൻ ചോദിച്ചത്. ഇത് ഞാൻ വാങ്ങിയ പേനയുണ്ട്. ബ്ലൂ. പിന്നെ ഇത് ആൻസ് വാങ്ങിയ പേന. പിന്നെ ഇത് ആൻസ് വാങ്ങിയ പെൻസിൽസ്. അങ്ങനെ ഇതിനൊന്നുമില്ലേ. ഇത് ക്രിസ്റ്റലിന് കിട്ടിയ കവറാണ്. എനിക്ക് കവർ അങ്ങോട്ട് പേർക്ക് ഇഷ്ടപ്പെട്ടു.
ആൻസിന് വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചേ. നല്ല അടിപൊളി വാട്ടർ ബോട്ടിൽ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വാട്ടർ ബോട്ടിലാണ്. ഞാൻ അവിടെ ഇരുന്ന് കണ്ടില്ലേ, അത് ഞാൻ വാങ്ങും. പച്ച എൻ്റെ വാട്ടർ ബോട്ടിൽ അമ്മച്ചിക്ക് ഇവിടെ വരാൻ പാടില്ല. എന്നാൽ അമ്മച്ചിനോട് കിട്ടില്ല. അമ്മച്ചി കൊള്ളാലോ, അമ്മച്ചി മാറി നിൽക്കാണല്ലോ. കൈ പൊള്ളിക്കാൻ മാറി അമ്മച്ചിയാരോ പോകാൻ പറഞ്ഞത്. അമ്മച്ചിക്ക് എന്നാ ഒരു കുഞ്ഞു കൊച്ചാണോ കൈ പൊള്ളിക്കുന്നത്? കഞ്ഞിക്കലം കണ്ട ഇടി കെട്ടിന്ന് വിളിക്കുന്നത്. ഈ അമ്മച്ചൻ്റെ അടി അടിന്ന് വിളിക്കണായിട്ട് യാൻസൻ അടി അടിന്ന് വിളിക്കണത്. അതല്ല ആ വേണ്ട തുറക്കാൻ സുഖമാണ്. ഇങ്ങനെ വേണ്ട, ഇതൊന്നും നോക്കട്ടെ. നല്ല രസമുണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. റോയൽ ഡാൻസോട്ടൻ്റെ വാട്ടർ ബോട്ടിൽ. ഇതിൻ്റെ റേറ്റ് എത്രയാണ് ഞാൻ പറയാവേ. 185 പിന്നെ ക്രിസ്റ്റലിലെ സിആർപി റേറ്റ് 167 കിട്ടിയിട്ടോ. നല്ല സംഭവം കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻസ് കുട്ടന് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്രിസ്റ്റൽ പോലെ ഇരിക്കുന്നു അല്ലേ. നോക്കിയടാ എടാ, ഈ തിളക്കം തന്നെ ഈ വർഷം ഫുള്ള് കാണണം കേട്ടോ. പോറിച്ച് അവിടെ കുത്തി ഇവിടെ കുത്തി കൊണ്ടാകില്ല. എന്ത് രസമാണ്. ക്രിസ്റ്റലിൽ എന്തോരു സാധനങ്ങൾ നമുക്ക് ഇനി അവിടെ തരാട്ടോടാ. അത് ഇഷ്ടപ്പെട്ടു. അത് എന്നതിയുടെ കപ്പത്ത് ചായകാടൻ്റെ കപ്പത്തൊക്കെ വീടെടുക്കാൻ കഴിഞ്ഞില്ല. ആൻസുട്ടിന് ഈ വർഷത്തെ ബാഗ് എല്ലാവരും കണ്ടോ? കണ്ട ആൻസുട്ടിന്റെ ബാഗ് ആണ് 2499 രൂപ, 2500 രൂപ. ക്രിസ്റ്റൽ റേറ്റ് 1999. പിന്നെ ഒരു കാര്യം ഇതിനകത്തുണ്ട് കേട്ടോ. മഴ പെയ്ത് കഴിയുമ്പോൾ ഈ അടി തുറക്കുക, ഈ സാധനം ഇങ്ങനെ എടുക്കുക, ബാഗ് കംപ്ലീറ്റ് ഞങ്ങൾ മൂടുക. അപ്പൊ മഴവെള്ളം വീഴത്തില്ല, ബാഗും നനയത്തില്ല, പുസ്തകവും നനയത്തില്ല, ഒന്നും നനയത്തില്ല. അത് പനിക്കുട്ടി തന്നെ അക്കൊണ്ടില്ല കേട്ടാ. ഇതൊക്കെ ആകാൻ എവിടെ സമയം ഇരിക്കുന്നത്? സൂപ്പർ. എല്ലാവർക്കും കൊടുക്കാൻ കേൾക്കാനായിട്ട് കൊണ്ടുവരുന്നുണ്ടോ? നല്ലതല്ലേ? ബാഗ് നനയത്തില്ലല്ലോ, വെള്ളം ഇങ്ങനെ ഒഴുകി ചാടിപ്പോളും. ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോടാ? വേണ്ട, ഇപ്പൊ നിലവിൽ ഇപ്പൊ ഒരു വെള്ളം ഒഴിക്കണ്ട. ഉദ്ഘാടനം മഴവെള്ളത്തിൽ തുടങ്ങിയാൽ സംഭവം സൂപ്പറാണ്. ഇതഴിക്കൊന്നുമില്ല. ഇത് അങ്ങനെയൊന്നും ഇല്ലടാ. ഇത് കവറ് കിട്ടാതെ അങ്ങനെ മടങ്ങില്ലടാ. ബാഗിൽ പുസ്തകമൊക്കെ ഇരിക്കുമല്ലേടാ. അത് ചുമ്മാ വെക്കണതാടാ. അത് ഇവിടെ തന്നെ കെട്ടി വെക്കണ ചേർക്കാ. അതിങ്ങനെ മടങ്ങി ഇവിടെ ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ടാ. അത് അവിടെ കിട്ടിയതല്ല, ഇത് ബാഗിന്റെയാ. എടാ അത് ഇവിടെ തന്നെയാണ്. അല്ല എന്തോ അതായത് അതിങ്ങനെ വിട്ടു പോരാതിരിക്കാൻ ഇവിടെ ഇങ്ങനെ മടങ്ങി മനസ്സിലായോ? തിരിച്ചു വെച്ചപ്പാ. ഇതിങ്ങനെ കെട്ടിയിരിക്കണോണ്ടാണ്, അല്ലെങ്കിൽ അതിങ്ങ് പോരും. ഇപ്പൊ നീ ഊരില്ലേ, ഊരിയ ഇതൊരു സെപ്പറേറ്റ് സാധന, മനസ്സിലായോ? ഇതിങ്ങനെ കെട്ടി വെച്ചേക്കണോണ്ടാണ് ഈ ബാഗിൽ അതിരിക്കുന്നത്. ഇത് അടിച്ചേക്കരുത് കേട്ടോ. എന്തോ അതാ ഞാനൊരു സംഭവം അടിപൊളി സൂപ്പറേ സൂപ്പറ. എത്ര കളിയുണ്ട് അതിനകത്ത്? തൊടിയിക്കൂല ഈ ചെറുക്കൻ, തൊടിയിക്കൂല കേട്ടോ. ബോക്സ് ഒക്കെ വെക്കാം. ഇതിനകത്തൊക്കെ ഉണ്ടോ? 1 2 3 4 5. എടാ ഇവിടെ ഇങ്ങനെ കൊട വെക്കാം. കൊടയാ 5 ബോക്സ് വെക്കാൻ. ഞാൻ ഇത് മാറ്റില്ല, എനിക്ക് ഇത് ഉണ്ടല്ല വെക്കാൻ.
ഒരു കാര്യം പറഞ്ഞ ചെറുക്ക അംഗീകരിക്കത്തില്ല, ഇനി ഒന്നും വാങ്ങിച്ചു കൊടുക്കരുത്. 5 വലിയ ആളറിയാണ്. അതെ. അവന്റെ ഇഷ്ടത്തിന് 7 8 എന്താ ഇവിടെ ചെറിയ ബുക്സ്, ഇവിടെ വലിയ ബുക്സ്, ഇവിടെ ചെറിയ ബുക്സ്. ഇതോ ചെറിയ ബുക്സിന്റെ ഇവിടെ അത് വലിയ ബുക്സ്. പുസ്തകം ഇവിടെ, നോട്ട് ബുക്ക് ഇവിടെ. അത് പറഞ്ഞേ. അത് വായിക്കണ്ട. 1499 രൂപ. എമ്മിയുടെ ബാഗാ. എമ്മി അല്ലേ എനിമി. ആ വായിക്കാൻ നന്നായിട്ട് അറിയാലോ, എന്നാണോ നീ സ്കൂളിൽ പോണതാ. എനിമി എമ്മി. എമ്മി ഞങ്ങൾ എനിമി എനിമി വെയിറ്റ് വിരിവൻ ഞാൻ കേരള. അപ്പൊ ഇതാണ് ആൻസ് കൊണ്ടുവന്ന് നമ്മൾ വാങ്ങിയ ബാഗ്. ഇത് പിടി ബാഗ്. ഇതാ ഞാനൊരു കൂട്ടം കാര്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, അവിടെ ചുമ്മാ ക്രിസ്റ്റലിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാ. 210 രൂപ. ആണോ ഞാൻ നോക്കില്ല കാണിക്ക്. മാർക്കേടാ ഞാൻ നോക്കട്ടെ. ഞാൻ കേറാം. നീ എന്താ വേണ്ട വേണ്ട, ഒരു മാല നീ കളഞ്ഞ് ഓർക്കണ്ടോ? അത് ഇവിടെ നീ കേറാം. പോകണ്ട. ആ അവിടെ ആ എടുത്തേക്ക്. സ്റ്റാർട്ട് പിന്നെ എന്താണ് ഇത് ഞാൻ ചെയ്തില്ല. 210 രൂപ മാല, ഒരു ജോഡി കമ്മല്. ഈ ക്രിസ്റ്റലിന്റെ മാല കളറ് നോക്കില്ല, അതുകൊണ്ട് കാണിച്ചാടാ. ഇങ്ങോട്ട് ഇട്ടാടാ, കയ്യാലേക്ക് ചെയിനിടാൻ. അങ്ങനെ അല്ലടാ, ഇവിടെ എവിടെയെങ്കിലും കുളത്തിടാ. ലൂസായി കിടക്കൂടാ, ഇറക്കാം. ഫിറ്റാക്കി കുളത്തിടാ. മാക്സിമം മരടെയാണോ? ഇവിടെ അല്ല, ഇങ്ങോട്ട് അറ്റത്തേക്ക് ഇടാണ്ടായിട്ട്, ഇതിലേക്ക് ഇടാണ്ടായിട്ട്. എങ്ങനെ അമ്മ ഇതാണ് ഇങ്ങോട്ട് ഇടാൻ പറ്റുള്ളൂ. ഇവിടെ ചുമ്മാ അറിയുക. ഓ അപ്പൊ ഇത് എനിക്കങ്ങും പറ്റത്തില്ല, ലൂസാ. നോക്കാൻ എൻ്റെ കൈ കുഞ്ഞതാ. ഇവിടെ നീ അങ്ങനെ പിടിച്ചപ്പോ എനിക്ക് കൈ വേദന എടുക്കും. എന്നോട് കളിക്കട ആരെ വിടത്തില്ല. പിന്നെ ഈ സാധനം ഇടണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല. ഇത് ഊരിക്കടാ. കാണിച്ചോട്ടൊന്ന് കാണട്ടെ. അതിന്റെ കമ്മല അവിടെ ഇത് വളച്ച് തന്നെ കിട്ടും ഒന്നാണ്. ചുമ്മാ കാലത്ത് നോക്കിയിരുന്നതാ. പോയി ഇങ്ങനെ ഇതാടാ. അതിപ്പോ മാല കാണാനുണ്ട്. അത് കണ്ട നീ നോക്കാം. ഇത് നോക്കാം. നല്ലല്ലേ? കളറ് പോകില്ല. दूर करो. നല്ലല്ലേടാ? സാരി കൊടുത്തിട്ടിടായി നല്ലല്ലേ? കമ്മല് കാണിച്ചേ. അമ്മ കടയിൽ ഇതാണല്ലോ തോന്നിക്കിട്ടാണ്. ആ ചുമ്മാ കുളത്തി ഇടണ കമ്മല് അല്ല. 210 രൂപയ്ക്ക് നല്ല സൂപ്പർ സ്വർണ്ണക്കമ്മല് തരും അവര്. കാകെ തൂങ്ങി കിടക്കണതേ ഉള്ളൂ, ഇരിക്കണമെന്നില്ല. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത സാരി വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ 250 രൂപ, 187 രൂപയും ബാക്കി എങ്ങാണ്ട് 10-70 രൂപ ഡെലിവറി ചാർജ് ആണ്. അങ്ങനെ എന്തോന്നാണ്. മാറിക്കണം മാറിക്കണം. അത് കാണിക്കാൻ വേണ്ടിയാണ്. 10ാം ക്ലാസ്സിലെ എങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റില്ല. 10ാം ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റൂല. എടാ മാറുന്ന, എന്റെ ഉടുപ്പ് ഇറങ്ങി പോണേ. മാറുന്നേ. കെട്ടിയിട്. ആ അയ്യോ പറ്റിക്കട്ടെ. എടുക്കടാ. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നീ നിന്നോണ്ട് എടുത്ത്, എന്നാലും എനിക്കൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. നിന്നോണ്ട് എടുക്കടാ. എന്തുവാണ് എന്തുവാണ് അമ്മച്ചിക്ക് കയ്യിലിടാനാ. കയ്യെ പിടിച്ചോണ്ടിരിക്കാം. എടുത്തോണ്ട് പോവത്. എൻ്റെ കാണാനല്ലേ പതണ അല്ല മുടി കാണാവില്ല. പോയി ഷോപ്പ്. നീല കളർ ഒരു ഷിഫോൺ സാരി വാങ്ങിയതാണ് കേട്ടോ. ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിച്ചതാ. കാണിച്ച കാണിച്ചേ. എടാ കാണിച്ചേ കാണിച്ചേ. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് വേണം അതിന്റെ ബാക്കിയൊക്കെ വാങ്ങാൻ. ഇത് പൊക്കി പിടിച്ചിട്ടെടുക്കാം. കാണിച്ചേ. നീ എഴുന്നേറ്റണോ? നീ എഴുന്നേറ്റണോ? നോക്കട്ടാ. നീ എഴുന്നേറ്റാ. എടാ എഴുന്നേറ്റാടാ. എഴുന്നേറ്റേ. മാറി നോക്കട്ടെ. കാണിച്ചേ. അവിടെ നിന്നേ. ഇതെന്നാടാ ഇത് കാണിക്കണേ? തെളിച്ചില്ലായിരുന്നോടാ? ആ ഫസ്റ്റ്
ഞാൻ ഉണ്ടാക്കി പൊട്ടിക്കാൻ പോവാ കേട്ടാ. പൊട്ടിക്കണേ. ഇതിന്റെ കറുപ്പ് സാരി ഉണ്ട്, കറുപ്പിൽ ചുവന്ന പൂക്കള്. ഇത് ബ്ലൂവാ. നല്ലതാണോ അമ്മച്ചി? സാരില്ലാണ്. വേദി കണ്ടോ? എനിക്ക് കൊടുക്കാൻ തൽക്കാലം വേദിയൊക്കെ ബ്ലൗസ് വന്നതിൻ്റെ കൂടെ ഉണ്ട്. ഇത് തയ്ച്ച ബ്ലൗസാ? അല്ലല്ല, നല്ലല്ലേ? ഇതെന്നാ നോക്ക്, ഇതെന്നാ നോക്ക്, എന്ത് വലിയ പൂക്കളുള്ള ഇതെന്നാ സാരി, നോക്ക്, ഇങ്ങനത്തെ സാരി ആയിട്ട് ഇതെന്നാ നോക്കോ ഇത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ വേണം. ഇത് പൊട്ടിക്കട്ടെ. ഫോളോ മൈ ഷോപ്പ്. ഇത് പൊട്ടിക്കട്ടോ കേട്ടാ. നിക്ക നിങ്ങൾക്ക് അതിലേക്ക് വെച്ചുതരാം. പൊട്ടിച്ചു. എടാ ഒന്ന് മിണ്ടായിരുന്നു. ഞാൻ പൊട്ടിച്ചിട്ടാ. ആ ഇതാണ് സാരി, ഇതാണ് ബ്ലൗസ്. എന്താ എത്ര നാളായി രമി മുക്കിവാട് എന്ത് കിട്ടുമായിരുന്നു? ആ കൂടുതൽ സാരി കൊടുത്ത അടുത്ത ദിവസം നമ്മൾ പോകുന്നതായിരിക്കും. പിന്നെ ഞാൻ ഇന്നലെ ഇതിന്റെ കറുത്ത സാരി ഓർഡർ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തു. ഇത് വന്നു കഴിഞ്ഞിട്ട് നല്ലതാണെങ്കിൽ ഓർഡർ ചെയ്താൽ മതി നോക്ക്. കൊള്ളൂല്ലെങ്കിലാ 24 മണിക്കൂറിനുള്ളിൽ ക്യാൻസൽ ചെയ്യാനല്ലേ പോകും. നല്ലല്ലേ? നല്ല ഞങ്ങൾക്ക് എൻ്റെ മുക്ക് പൂക്കളാണ് തോന്നുന്നു. അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ പൂക്കൾ. എനിക്ക് ഇങ്ങനത്തെ സാരി ഇഷ്ടമുള്ളൂ. അടുത്ത് കഴിയുമ്പോൾ എൻ്റെ ലുക്കൊക്കെ അറിയാൻ പറ്റും. മനസ്സിലായോ? പക്ഷേ നമ്മൾ കയ്യായിട്ടേ ഇല്ല ചേർക്കാം നമുക്ക്. അപ്പോഴേ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ ഇതോടുകൂടി അവസാനിച്ചിരിക്കണം. ഇനി വല്ല എടുക്കാണ്ടോടാ? അപ്പൊ നമ്മുടെ വീഡിയോ അതിന്റെ അപ്പൊ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും ഹാപ്പി സ്കൂൾ ഡേ. ബാക്ക് ടു സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് വളരണം, അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അതിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വാങ്ങിയതാണ് ഞാനിതാ. ഇത് മീഷോയാണ്. ഇഷ്ടപ്പെട്ടാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു മിസ് ഇതിന്റെ റെഡ് എടുത്തു. അപ്പൊ അത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് ഞാനും ഈ ഉടുപ്പ്, ഇതൊരു ഫ്രോക്കാണ് കേട്ടോ, ഇതിന്റെ ബ്ലൂ എടുത്തു. അപ്പൊ എന്തുവാണ്